എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ക്രൈസ്തവധാര ഒരു രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ നിയമമനുസരിച്ച് RNAയിൽ രജിസ്ട്രേഷൻ ഉള്ള പത്രമാണ് ക്രൈസ്തവധാര. 2010 ആർച്ച് ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജ് റാന്നിയാണ് ഈ പത്രം ആരംഭിച്ചത്. ക്രൈസ്തവ സമൂഹങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഈ പത്രം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചീഫ് എഡിറ്ററായി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ബിഷപ്പ് ബാബു ജോർജ് റാന്നിയാണ് ഇതിൻ്റെ ചീഫ് എഡിറ്റർ. അതോടൊപ്പം ഒരു വലിയ ടീമിനെ തന്നെ ഈ പത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിദേശ രാജ്യങ്ങളിലും ഈ പത്രം പ്രിൻ്റ് ന്യൂസ് പേപ്പർ എത്തിക്കാനും അതോടൊപ്പം തന്നെ അതിൻ്റെ PDF കോപ്പികൾ എത്തിക്കുവാനുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആഗസ്റ്റ് 10-ാം തീയതിക്ക് മുമ്പ് ഈ പത്രം പുറത്തിറങ്ങും. അതിനുവേണ്ടി ഒരു വലിയ ടീമിനെ തന്നെ അദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ പത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട്. ക്രൈസ്തവ ധാര എന്ന പേരിലാണ്. ഇതിലൂടെ സുവിശേഷകന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, ബൈബിൾ ക്ലാസ്സുകൾ, ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യയിലുടനീളം യാത്ര ചെയ്ത് വാർത്തകൾ ശേഖരിക്കാനും അതോടൊപ്പം തന്നെ ഈ പത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നിങ്ങൾക്കും ഇതുമായി യോജിച്ച് പ്രവർത്തിക്കുവാൻ അവസരമുണ്ട്. RNA രജിസ്ട്രേഷനുള്ള ഒരു പേപ്പർ ആയതുകൊണ്ട് എവിടെയും നമുക്ക് ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ നമുക്ക് ഏത് ഓഫീസുകളിലും കയറി ചെല്ലാനും അവിടുന്ന് വാർത്തകൾ ശേഖരിക്കാനും ഒക്കെ നമുക്ക് കഴിയും. യൂട്യൂബ് ചാനലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പത്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് ഐഡൻറ്റിറ്റി കാർഡും അതോറിറ്റി ലെറ്ററും അതോടൊപ്പം തന്നെ മൈക്കും, എൻ്റെ കയ്യിൽ ഒരു മൈക്ക് ഇരിപ്പുണ്ട്, ഇതുണ്ടോ, ഇതുപോലെയുള്ള മൈക്ക് ഇവിടെ ക്രൈസ്തവധാര എന്ന പേരിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മൈക്കും ഐഡൻറ്റിറ്റി കാർഡും അതോറിറ്റി ലെറ്ററും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കുകയാണ്. പ്രധാനമായും ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇത് പ്രധാനമായും ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികളെ, അവർ നേരിടുന്ന പ്രശ്നങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ട് വരികയും അതിന് പരിഹാരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. അതോടൊപ്പം തന്നെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പംക്തികൾ, ബൈബിൾ പഠനം, അതുപോലെ തന്നെ സുവിശേഷകന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ പത്രവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഈ പ്രവർത്തനങ്ങളെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അവരെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങൾ ശ്രമിക്കണം എന്ന ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ പത്രത്തിൻ്റെ കോപ്പികൾ എത്തിക്കുവാനായിട്ടുള്ള തീവ്രമായ ഒരു പരിശ്രമത്തിലാണ് ഇതിൻ്റെ ടീം പ്രവർത്തിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഓരോ സ്റ്റേറ്റ് ഹെഡിനെ നിയമിച്ചതിന് ശേഷം ഓരോ ജില്ലകൾക്കും ഓരോ ബ്യൂറോ ചീഫുകളെ നിയമിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഒരു മൈക്കും ഒരു ID കാർഡും ഒരു അതോറിറ്റി ലെറ്ററും കൊടുക്കുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് വാർത്തകൾ കളക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഈ ക്രൈസ്തവധാര എന്ന ഈ ന്യൂസ് പേപ്പറിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കുകയാണ്. ഇതിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടാം. ഇത് നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. സുവിശേഷ സ്നേഹികളായിട്ടുള്ള ആളുകളൊക്കെ ഒന്നിച്ച് ഒരു വലിയ ടീമായി തന്നെ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലും നമുക്ക് അമേരിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ വേണം, കാനഡയിൽ വേണം, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ വേണം, ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വേണം, അതുപോലെ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങൾ തന്നെ ഏതാണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളുമായി എനിക്ക് ബന്ധമുണ്ട്. കാരണം ഞാൻ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നെ ആളുകൾ വിളിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം എനിക്ക് ബന്ധമുണ്ട്. അതോടൊപ്പം ഈ വാർത്തകൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾ, നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രതിനിധിയായി അമേരിക്കയിൽ ഒരുപാട് സ്റ്റേറ്റ്സുകളുണ്ട്. അവിടെ ഓരോ സ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് നിൽക്കാം. ഓസ്ട്രേലിയയിൽ, ന്യൂസിലാൻഡിൽ, കാനഡയിൽ, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ, സൗദി അറേബ്യയിൽ, ഖത്തറിൽ, അതുപോലെ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, പോളണ്ട്, അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രതിനിധിയായി നിൽക്കാൻ, അയർലൻഡ്, ഇതുപോലുള്ള രാജ്യങ്ങൾ, സ്വിറ്റ്സർലാൻഡ്, ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രതിനിധികളായി നിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമായി നിങ്ങൾക്ക് നിൽക്കാം. അവിടെയുള്ള വാർത്തകളെ നിങ്ങൾക്ക് ഞങ്ങളിൽ എത്തിക്കാം. അത് യൂട്യൂബിലൂടെയാണെങ്കിലും പ്രിൻ്റ് മീഡിയയിലൂടെയാണെങ്കിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെയാണെങ്കിലും ഞങ്ങൾ സമൂഹത്തിലെത്തിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഈ ക്രൈസ്തവധാര എന്ന ഈ ന്യൂസ് പേപ്പറിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ മാസവും ഇത് കൃത്യമായി തന്നെ പ്രിൻ്റ് ചെയ്ത് പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സുവിശേഷകന്മാർക്ക് നല്ല ലേഖനങ്ങൾ എഴുതി തരാം. അതുപോലെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. ഇതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജ് റാന്നിയെ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ മനോജ് സാറിനെ വിളിക്കാം. അങ്ങനെ നമുക്ക് ഇതൊരു നല്ല ടീം പ്രവർത്തനമായി നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.